തിരുവനന്തപുരം വഞ്ചിയൂരിൽ അയൽവാസിയായ യുവാവിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതികൾ സഞ്ചരിച്ച വാഹനം കണ്ടെത്തി പോലീസ്. പുലിയനാർ കോട്ടയിലെ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് വാഹനം കണ്ടെത്തിയത്. കൈതമുക്ക് സ്വദേശി വിശാഖാണ് കൊല്ലപ്പെട്ടത്. അയൽവാസിയായ പ്രദീപ് വെട്ടിക്കൊലപ്പെടുത്തിയത്. വഴിത്തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. കൊലപാതകത്തിൽ ഒന്നിലധികം പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു. വിവരങ്ങളുമായി അപർണ ചേരുന്നുണ്ട്. അപർണ, പ്രതികൾ സഞ്ചരിച്ച കാർ കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കാർ ഉപേക്ഷിച്ച പ്രതികൾ കടന്നു കളഞ്ഞതായിരിക്കുമോ? മറ്റ് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ടോ? എന്തെല്ലാമാണ് വിവരങ്ങൾ? ഇന്ന് ഉച്ചയോടുകൂടിയാണ് തിരുവനന്തപുരം വഞ്ചിയൂര് ഇത്ര ദാരുണമായ ഒരു സംഭവം ഉണ്ടായത്. ഒരു യുവാവിനെ വിശാഖ് എന്ന യുവാവിനെയാണ് ഇത്തരത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രദീപിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. പ്രദീപ് അടങ്ങുന്ന ഒരു സംഘം വാഹനത്തിലെത്തി ഇത്തരത്തിൽ വിശാഖിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. ഈ പ്രദീപ് സഞ്ചരിച്ചിരുന്ന വാഹനമാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. വാഹനത്തിൽ ഈ പ്രതികളുടേതെന്ന് സംശയിക്കുന്ന ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇത് ആസ്പദമാക്കിയാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇവർ തമ്മിൽ നേരത്തെയും വ്യക്തി വൈരാഗ്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട വിശാഖ് പ്രതിയായ പ്രദീപിനെ ഇത്തരത്തിൽ ആക്രമിക്കുകയുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ഈ മരണപ്പെട്ട വിശാഖ് ജയിലിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ പുറത്തിറങ്ങിയത്. ഇവർ തമ്മിൽ കഴിഞ്ഞ ദിവസവും ഇത്തരത്തിൽ വാക്ക് തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു. എന്തായാലും പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ശരി അപർണ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് അയൽവാസികൾ തമ്മിലുള്ള തർക്കം അത് വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്കും ഒക്കെ നയിച്ചത്. കൈതമുക്ക് സ്വദേശി വിശാഖിനെയാണ് അയൽവാസിയായ പ്രദീപ് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ രക്ഷപ്പെടാൻ ഉപയോഗിച്ച കാറ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കാറിനുള്ളിൽ നിന്ന് ഉപേക്ഷിക്കപ്പെട്ട കാറിനുള്ളിൽ നിന്ന് കൊലക്കത്തിയും അതുപോലെ തന്നെ ലൈസൻസുകളും കണ്ടെടുത്തിട്ടുണ്ട്. എന്തായാലും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് അപർണ നൽകുന്ന വിവരം.